ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ കയ്യിലുള്ളത് മോട്ടറോള എഡ്ജ് 50 ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻസ് ആണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഈ മോട്ടറോള എഡ്ജ് 50യുടെ പാക്കേജിങ്. സോ ഇവിടെ നമുക്ക് കാണാം പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ് എന്ന് പറഞ്ഞ് മോട്ടറോള ആസ് ഓൾവേസ് ടിപ്പിക്കൽ മോട്ടറോള പോലെ തന്നെ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു കവർ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ ഇവിടെ ഉണ്ട്. ഫോൺ നമുക്ക് ജസ്റ്റ് സൈഡിലോട്ട് വെക്കാം. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒരു മാനുവൽ ആൻഡ് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാരും വായിക്കാത്ത ബുക്കും പേപ്പറും നമുക്കിത് ജസ്റ്റ് സൈഡിലോട്ട് മാറ്റാം. ഇത് ബേസിക്കലി നമ്മൾ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കുമ്പം UV ഗ്ലാസ് ആണ് ഒട്ടിക്കുന്നതെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ, നമ്മുടെ ബട്ടൺസിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷന് വേണ്ടി തരുന്നതാണ്. നമുക്ക് സൈഡിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഇതാണ് മോട്ടറോള തരുന്ന കവർ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം ഇതിൽ ആക്ച്വലി ഒരു ഡിസൈൻ മോട്ടറോള കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നമ്മുടെ ഫോണിന് പ്രൊട്ടക്ഷൻ ഒന്നും അതിന് മാത്രം തരില്ല, ബിക്കോസ് ഈ സൈഡിലില്ല. ബട്ട് ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. എനിവേ മോട്ടറോള നമുക്ക് തരുന്നുണ്ട് ഒരു കേസ്. ഇനി നമുക്ക് ചാർജർ നോക്കിയാൽ കാണാം ഇതൊരു 68 വാട്ട് ചാർജറാണ്. ആൻഡ് നമുക്ക് ഒരു കേബിൾ നോക്കിയാൽ ഇറ്റ്സ് ബേസിക്കലി Type-C to Type-C കേബിൾ. അതായത് മോട്ടറോള മറ്റുള്ള ബ്രാൻഡ്സിനെ പോലെയല്ല, ഈ ഒരു ചാർജറും കേസും എല്ലാം തന്നിട്ടാണ് ഇത് ശരിക്കും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കുന്നത്. നമുക്ക് ചാർജർ എടുത്ത് മാറ്റുന്നുണ്ട്, അതുപോലെ ഒന്നും മോട്ടറോള ചെയ്യുന്നില്ല. ആക്ച്വലി നമ്മളുടെ ഒരു ബോക്സ് വൈസ് നോക്കുമ്പോൾ ഒരു എക്സലൻറ്റ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു എഡ്ജ് 50യുടെ പാക്കേജിങ്ങിനെ പറയാം. ഇനി നമുക്ക് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ ഹാർട്ട് ഓഫ് ദ മാറ്റർ വരാം, നമ്മുടെ ഫോൺ. ആക്ച്വലി ഞാൻ ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തായിരുന്നു. ആക്ച്വലി ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഫ്ലിപ്കാർട്ട് ഓപ്പൺ ബോക്സ് ഡെലിവറി ഇല്ലാതെ ഇത് സമ്മതിക്കില്ല. ഇനി നമുക്ക് ഈ ഫോണിനെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം ഇതൊരു മോട്ടറോള ടിപ്പിക്കൽ ഇപ്പോൾ വരുന്ന എല്ലാ മോട്ടറോളയുടെ പോലെ തന്നെ ഒരു കർവ്ഡ് സ്ക്രീനാണ്. അതായത് 120 Hz POLED ഡിസ്പ്ലേ ആണ് മോട്ടറോള ഇവിടെ തരുന്നത്. ആൻഡ് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു വീഗൻ ലെതർ ആണ്. ആൻഡ് നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് പറയേണ്ട കാര്യം ഇതിൻ്റെ വെയിറ്റ് ആണ്. ബേസിക്കലി ഒരു ഫോണിനെ മോട്ടറോള സ്ലിമ്മസ്റ്റ് ഫോൺ വിത്ത് IP68 ആൻഡ് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ഈ ഫോണൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രീം ഹോട്ട് ആൻഡ് കോൾഡ് കണ്ടീഷനിൽ ഈ ഫോൺ വെക്കാമെന്നാണ് മോട്ടറോള പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്രീസറിൽ വെക്കാം, തീയുടെ ഒക്കെ അടുത്തുകൊണ്ട് വെച്ചാലും ഈ ഫോണിന് യാതൊന്നും സംഭവിക്കില്ല. ഇനി ഇതിൻ്റെ വെയിറ്റ് പറയാനാണെങ്കിൽ ജസ്റ്റ് 180 grams ആണ്. വളരെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഈ ഒരു ഫോൺ നമുക്ക് ഹാൻഡിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ടിപ്പിക്കൽ മോട്ടറോള അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം എഡ്ജ് 40 തൊട്ട് ലാസ്റ്റ് ഇയറിലെ എഡ്ജ് 40 തൊട്ടിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെ ഒരു ക്യാച്ച് ഉണ്ട്. എഡ്ജ് 40ൽ മോട്ടറോളയുടെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4000 mAh ഉള്ളായിരുന്നു. ബട്ട് ഈ ഒരു ഫോണിൽ 5000 mAh വെച്ചിട്ടാണ് മോട്ടറോള ഈ ഒരു ലൈറ്റ് വെയ്റ്റ്നെസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതും ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് മോട്ടറോളയെ പറ്റി. ഇനി നമുക്ക് ഈ ഒരു ക്യാമറ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. അതായത് ഒരു മെയിൻ സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോണി LYT ആണ് 50 MP. ആൻഡ് നമുക്ക് ഒരു അൾട്രാ വൈഡ് 13 MP ആൻഡ് 10 MB ഒരു ടെലിസ്കോപ്പിക് സെൻസറും കിട്ടും. ബേസിക്കലി നമുക്ക് 3x ഒപ്റ്റിക്കലായിട്ട് നമുക്ക് സൂം ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സെൻസറാണ്. അതും ആരും ഈ ഒരു 25-26 റേഞ്ചിൽ തരില്ല, ബട്ട് മോട്ടറോള തന്നു. ആൻഡ് 26 അല്ല, നമ്മൾ പറയുന്ന ഈ ഫോണിൻ്റെ പ്രൈസ് ആക്ച്വലി 28 ആണ്. ഞാൻ പ്രൈസിങ്ങിലോട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബേസിക് ഹാർട്ട് ഓഫ് ദ മാറ്റർ പറയാം. അതായത് നമ്മുടെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ ഇവിടെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണ് വിത്ത് ആൻ ആക്സിലറേറ്റഡ് എഡിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം ഈ ഫോണിൻ്റെയൊക്കെ ഈ പ്രൊസസ്സറിൻ്റെ കൂടെ ഒരു പേര് സൈഡിൽ വന്നാൽ അത് ബേസിക്കലി ഒരു ഗിമിക്കായിരിക്കും. പക്ഷേ ഞാൻ ജസ്റ്റ് പേപ്പറിൽ റീഡ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ക്വാൾകോം തന്നെ പറയുന്നത് ഈ ഒരു ആക്സിലറേറ്റഡ് എഡിഷനിൽ 2.5 GHz ക്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 2.4 GHz ക്ലോക്ക് ചെയ്ത് വെച്ചത്. അതുപോലെ തന്നെ നമ്മുടെ GPUവിലും 20% ഇൻക്രീസ് ഉണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ എനിക്ക് ജസ്റ്റ് ഒരു അസംഷൻ ഞാൻ കണ്ടത് വെച്ചിട്ട് അത്യാവശ്യം ബെറ്റർ സ്പെക്ക് നമുക്ക് പ്രോസസ്സറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ടിപ്പിക്കലി നമ്മൾ ഈ ഒരു ആക്സിലറേറ്റഡ് എഡിഷൻ എന്നും പറയുമ്പോൾ സെയിം പ്രോസസ്സർ തരുന്ന പോലെ അല്ല ഈ ഒരു കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഇതിൻ്റെ റാമിനെ പറ്റി പറയാനാണെങ്കിൽ 8GB LPDDR4X റാമാണ് വരുന്നത്. അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു UFS 2.2 നിങ്ങൾ വിചാരിക്കും മോശമല്ലേ, അതായത് നമുക്ക് 3.1 എന്താ തരാഞ്ഞതെന്ന്. പക്ഷെ നമുക്കറിയാം, നമ്മൾ എഡ്ജ് 50 Pro വന്നപ്പോഴും ഇതുപോലൊരു ഒപ്പീനിയൻ എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് അറിയാവുന്നതാണ് എഡ്ജ് 50 Proയിൽ മോട്ടറോള ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്തത് അത്രയ്ക്ക് മികവുറ്റതായിട്ടാണ്. സോ 3.1 ഉള്ള ഫോണിനേക്കാളും ബെറ്റർ ആയിട്ടാണ് റീഡ് ആൻഡ് റൈറ്റിംഗ് സ്പീഡൊക്കെ നമുക്ക് ഈ ഒരു UFS 2.2 കിട്ടിയത്. സോ അതുപോലെ തന്നെ മോട്ടറോള ഇതിൽ നല്ലതായിട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ഉപയോഗിച്ച് കണ്ട് നിങ്ങൾക്കൊരു എൻഡപ്ത് റിവ്യൂ തരുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളതാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു കാര്യമാണ്. 5000 mAh ആണ്. പക്ഷേ ഇതിലൊരു റാം ബൂസ്റ്റ് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. നിങ്ങളത് ഇനീഷ്യലി ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് റാം ബൂസ്റ്റ് എന്ന് പറയുന്നൊരു ഗിമിക്കാണ്. സോ പെർഫോമൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ അത് ബേസിക്കലി ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ഈ സെറ്റിങ്സിൽ ചെന്നാൽ ഇവിടെ നമുക്ക് പെർഫോമൻസ് എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ റാം ബൂസ്റ്റ്, ഇത് എല്ലാ മോട്ടോറുടെ ഡിവൈസിലും ബൈ ഡിഫോൾട്ട് ഓൺ ആയിരിക്കും. ഇത് ജസ്റ്റ് ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഫോൺ ചെറുതായിട്ട് ഹീറ്റ് ആവുന്നതും കൂടുതൽ ബാറ്ററി നമുക്ക് ഡ്രോ ചെയ്യുന്നതും കാണാൻ പറ്റും. ഇത് ഓഫ് ചെയ്തിട്ടാൽ ഫോണിന് ഒരു റാമിന് പ്രശ്നവും വരില്ല. അതായത് നമുക്ക് 8GB മതി നമ്മുടെ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ. സോ ആ ഒരു കാര്യം ചെയ്താൽ ഈ ഒരു ഫോൺ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നാണ് എൻ്റെ അസംഷൻ. നിങ്ങൾ ചെയ്ത് നോക്കുക. എനിക്ക് എങ്ങനെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി ഞാൻ ഒന്നുകൂടി പറയാം. ഇതൊരു 120 Hz POLED ഡിസ്പ്ലേ ആണ്. നമുക്ക് കാണാം ഇതൊരു 8G ഫോണാണ്. പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ ഒരു ഇത്തിരി കർവിങ് കുറച്ച് കൂടുതലുള്ളതുപോലെ നമുക്ക് തോന്നും. ആൻഡ് ചെറുതായിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ കാലിബ്രേഷനും എല്ലാം ചെയ്തിട്ട് വളരെ ഒരു ബ്രില്യൻ സ്ക്രീനാണ്. നമുക്ക് വീഡിയോ കാണാനും ഒക്കെ നല്ലതായിട്ടൊരു സ്ക്രീൻ ആയിട്ടാണ് ഇനീഷ്യൽ ഇംപ്രഷനിൽ തോന്നുന്നത്. ആൻഡ് ഇത് മോട്ടറോള എഡ്ജ് 50 Proയുടെ ഏകദേശം സെയിം തന്നെയാണ്. എഡ്ജ് 50 Pro ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് എഡ്ജ് 50 Proയിൽ ഇരിക്കുന്നത്. സോ അത് വെച്ചിട്ട് എനിക്ക് ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയും നൈസ് ആയിരിക്കും. ഇനി നമ്മളൊരു ഫ്രണ്ട് ക്യാമറ നോക്കിയാൽ അത് 32 MP വരുന്ന ഒരു സെൽഫി ഫ്രണ്ട് ക്യാമറയാണ്. അതും ഡീസൻറ്റ് ഷോട്ട്സ് തരുമായിരിക്കും, എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബട്ട് ആക്ച്വലി മോട്ടോറുള്ള ക്യാമറയിൽ വളരെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഇയർ എഡ്ജ് 40 പോലൊന്നുമല്ല. എഡ്ജ് 50 Pro ആൻഡ് ഫ്യൂഷൻ ഞാൻ നോക്കിയപ്പോൾ അതിലൊക്കെ ബെറ്റർ റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. സോ അതിനൊരു സിമിലർ റിസൾട്ട് ആയിരിക്കും ഇതിലും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫോണിന് ഒരു 28 റേഞ്ചിൽ ഒരു നല്ല ഫോണായിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് എല്ലാ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടറോളയുടെ ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു ചോപ്പിംഗ് ഫീച്ചർ എല്ലാം ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്ററായിട്ട് ഞാൻ മോട്ടറോള തന്നെയാണ് കാണുന്നത്. അതായത് എഡ്ജ് 50 Pro. ഈ ഫോൺ 28,000 സെയിലിന് കിടക്കുന്നത്. ബട്ട് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ 1,500 നമുക്ക് റെഡ്യൂസ് ചെയ്ത് 26,500 കിട്ടും. ആ ഒരു റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് ഫോണാണ്. ഇനി നിങ്ങൾ 28 മേടിക്കുന്നെങ്കിലും കുഴപ്പമില്ല. ബട്ട് നമുക്ക് ഈ 31 കിടക്കുന്ന എഡ്ജ് 50 Pro തന്നെ സം ഓഫേഴ്സിൻ്റെ സമയത്ത് നമുക്ക് 30,000 വിത്തൗട്ട് കാർഡ് കിട്ടും. ആൻഡ് കാർഡ് കൂടി ഉണ്ടെങ്കിൽ 28,500 കിട്ടും. ആ ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ നമുക്ക് എഡ്ജ് 50 Pro വേണമെങ്കിൽ ബൈ ചെയ്യാം കാർഡ് വെച്ചിട്ടാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനാണ്. നിങ്ങൾ 2,000 ലാഭിച്ച് വേണമെങ്കിൽ ഈ ഫോൺ എടുക്കാം. അല്ലെങ്കിൽ ഒരു 2,000-3,000 എക്സ്ട്രാ ഇട്ട് എഡ്ജ് 50 Pro എടുക്കാം. ബട്ട് നിങ്ങളൊരു കാഷ്വൽ യൂസറാണ്, ഇടയ്ക്കിടയ്ക്ക് ഒരു ഗെയിം കളിക്കും, നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 27-28 റേഞ്ചിലെ ഒരു ബെസ്റ്റ് ഫോണായിട്ടാണ് എനിക്ക് ഇനീഷ്യൽ ഇംപ്രഷൻസ് വെച്ചിട്ട് ഈ മോട്ടറോള എഡ്ജ് 50 പറ്റി തോന്നുന്നത്. ആൻഡ് ഈ ഒരു ഫോൺ നമ്മുടെ എഡ്ജ് 50 ഫ്യൂഷനും എഡ്ജ് 50 Proയുടെ മിഡിലായിട്ട് വരുന്നൊരു സെഗ്മെൻറ്റാണ്. ആൻഡ് ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇൻഡെപ്ത് റിവ്യൂ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.